കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, ആരോഗ്യ വകുപ്പിനെതിരെയും ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മന്ത്രി ജില്ലയിലെത്തി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതല്ലേ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ മന്ത്രി നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. നിപ സ്ഥിരീകരിച്ചിട്ടും ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്താത്തത് ശരിയോ എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത്. കോഴിക്കോടുള്ളവരോട് തന്നെയാണ് ചോദിച്ചത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. കോഴിക്കോട് ജില്ല വീണ്ടും ഒരു നിപ്പ ഭീതിയുടെ നിഴലിലാണ്. സമ്പർക്ക പട്ടികയിൽ 100ഓളം പേർ ഉൾപ്പെടുകയും നിരവധി പേർ ഐസൊലേഷനിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങളെല്ലാവരും ആശങ്കയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേരിട്ട് ഇടപെടൽ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഏകോപനമില്ലാത്തതും അതുപോലെ മരുന്നുകളുടെ ലഭ്യത കുറവും ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ടോ? മന്ത്രി ജില്ലയിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ആരോഗ്യമന്ത്രി എത്താത്തതിൽ പ്രശ്നങ്ങളില്ല. ആരോഗ്യമന്ത്രി വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. കളക്ടറൊക്കെ വിളിച്ചിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രി എത്താത്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും അതിലും വലിയ എന്തെങ്കിലും അസൗകര്യങ്ങൾക്ക് ഉണ്ടാകാനാണ് സാധ്യത. ആരോഗ്യമന്ത്രിയുടെ അടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച ആരോഗ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ പുള്ളി പറയുന്നത് അറിയില്ല. അതിന് മുന്നേ കളക്ടർ അറിയുമെന്ന് പറഞ്ഞു. നിരസ്തി എന്താണെന്ന് അറിയില്ല. സാധിക്കും. അങ്ങനെ അതിനേക്കാളും വലിയത് നമ്മൾ പ്രതികരിച്ച് തീർത്താണല്ലോ. നിസ്സാരമാണ്. സീരിയസ് സാധിക്കും. അതേ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അവർ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യുമല്ലോ. അപ്പൊ അത് അങ്ങനെ ലെവലിലാണ് കണ്ടത്. അതിപ്പോ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. എത്തേണ്ടെന്ന് പറഞ്ഞാൽ മന്ത്രി എത്തേണ്ട വിഷയം തന്നെയല്ലേ ഇത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് നിപ്പ എല്ലാ വർഷം ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മന്ത്രിനെ രൂക്ഷമായി നമ്മളെ വീണ ജോർജിനായിട്ട് അതിന് മുമ്പായിട്ട് ശൈലജ ടീച്ചറായിട്ട് രൂക്ഷമായി വിമർശിച്ച മന്ത്രിയായിരുന്നു നമുക്കുണ്ട് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് എത്താത്തത് വളരെ മോശമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വന്നാലും അതിനെ ചികിത്സിക്കണം, അതിനുള്ള സന്ദർശനങ്ങളൊക്കെ ചെയ്യണം. തന്നെ വരാതിരിക്കട്ടെ. മന്ത്രി സഹായം വേണം, അല്ല പറ്റൂല. എത്തേണ്ടതാണ്, ചികിത്സിക്കേണ്ടതാണ്. മന്ത്രി വരണം. ശരിക്ക് മന്ത്രി വന്ന് നോക്കണം, എല്ലായിടത്തും പോയി നോക്കണം. പക്ഷെ ഇപ്പൊ നേരെ ഒരു മന്ത്രി വന്നിട്ടൊന്നുമില്ല. ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലായിടത്തും ഓടിയെത്തിന്. ഇവർക്കിപ്പോ ഭരണം കിട്ടാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യുന്നത്. മന്ത്രി നേരിട്ട് എത്തേണ്ടതുണ്ട്. എത്തും തന്നെയാണ് വിശ്വാസം. കാരണം കെ മുരളീധരൻ അങ്ങനെ മോശമായ വ്യക്തിത്വം ഒന്നല്ല. മുമ്പ് കഴിവ് തെളിയിച്ച ആൾ തന്നെയാണ്. രാഷ്ട്രീയക്കാരെ ആരോഗ്യമന്ത്രി ആക്കിയിട്ടൊരു കാര്യമില്ല. അതിനെപ്പറ്റി അറിയുന്ന ഡോക്ടർമാരിലായാലും ആരോഗ്യമന്ത്രിയായി വരണം. മെഡിസിൻ പഠിച്ച ആൾക്കാർ ആരോഗ്യമന്ത്രിയായി വരണം എന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കസല് കുത്തുന്ന ഒരു കാര്യമില്ല. ആരോഗ്യമന്ത്രി മെഞ്ഞാന്നും അതിന്റെ മുന്നത്തെ ദിവസം 2 ദിവസത്തോടെ കോഴിക്കോടുണ്ട്. അവര് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് പബ്ലിക്കിൽ ഇല്ലെങ്കിലും ചിലപ്പം അല്ലാത്ത രീതിയിലും ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തലപ്പത്തുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. കോഴിക്കോട് നഗരത്തിൽ നിന്നും ജനങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്പം ആശങ്ക ജനങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ നിരവധി ആളുകൾ ഈ സമ്പർക്ക പട്ടികയിൽ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഏകോപനം ജില്ലയിൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണം. എന്തായാലും സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും കൃത്യമായ ഏകോപനം ഉണ്ടാകണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.